ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്ന് ഒരു ഇഫ്താർ വ്ളോഗ് തന്നെയാണ്. ഇഫ്താർ വ്ളോഗ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷം. പിന്നെ ഇന്നത്തെ വീഡിയോയിലും ഞാൻ കുറച്ച് റെസിപ്പീസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ എല്ലാ ദിവസത്തെയും പോലെ പത്തിരി തന്നെയാണ്. അപ്പോൾ അതിലേക്ക് കറി ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഇറച്ചി കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല പീസ് നോക്കിയിട്ട് ഈ കറിയിൽ നിന്ന് എടുക്കുകയാണ്. അതിനുശേഷം ഇറച്ചി കേക്കിലേക്ക് വേണ്ട ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. ഞാൻ ഇറച്ചി കേക്കിലേക്ക് വേണ്ടതൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഉള്ളി ഇങ്ങനെ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ചോപ്പറിനെ പറ്റിയിട്ട് ഒരുപാട് പേര് ചോദിക്കലുണ്ട്. ഇത് PGN ചോപ്പറാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മൾ കുറച്ച് മുന്നേ ഒരു ഡാർക്ക് ഫാൻറ്റസി കോൺടെസ്റ്റ് നടത്തിയിരുന്നു. അപ്പോൾ അതിലെ വിന്നേഴ്സിനൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ ചോപ്പറാണ്. ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഉപ്പേരിക്ക് അറിയാനുള്ളതൊക്കെ വേഗം ഇതിൽ തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പക്ഷേ ഇപ്പോൾ വാങ്ങിക്കാൻ കഴിയുമെന്ന് അറിയില്ല. കാരണം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഫ്ലിപ്കാർട്ട് അവരുടെ സർവീസൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ 2 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് രണ്ടും ഇങ്ങനെ വലിയ വലിയ പീസായിട്ട് മുറിച്ചിട്ട് ചോപ്പറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ഒരു ഹാൻഡിലുണ്ടല്ലോ, അത് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഇതെല്ലാം ചെറിയ ചെറിയ പീസസായിട്ട് മുറിഞ്ഞ് കിട്ടും. ഇനി വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് ചെറിയ പീസസായിട്ട് മുറിച്ചെടുക്കുകയാണ്. ഇത് കൂടാതെ നമുക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ കറിവേപ്പിലയും കൂടെ വേണം. അപ്പോൾ അതും കൂടെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുകയാണ്. പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഉമ്മ അവിടെ കുരുമുളക് പൊടിക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ബാച്ച് ആക്കിയിട്ടാണ് ഇത് പൊടിച്ചെടുക്കുക. കാരണം എല്ലാം കൂടെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ എരിവും ഒക്കെ പോവും. ഇതിവിടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ആദ്യം വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇത് 3ഉം കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അതൊന്നായി വന്നാൽ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചിക്കനും ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാനുണ്ട്. അപ്പം ഞാൻ ചിക്കനും ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. ഉള്ളി ഒന്ന് വാടി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂണ് ചിക്കൻ കറി ഒഴിച്ച് കൊടുക്കുകയാണ്, ഒരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും ഉമ്മൻ്റെ ട്രിക്കാണ്. ഉമ്മ നമ്മളിപ്പോൾ ചിക്കൻ കറിയിൽ നിന്ന് ചിക്കൻ എടുത്തിട്ട് സമൂസ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് ചിക്കൻ കറി ഒഴിച്ച് കൊടുക്കും. അപ്പോൾ നല്ല രസമുണ്ടാവും. ഇനി നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അവസാനം മല്ലിയിലയും കറിവേപ്പും കൂടെ മുറിച്ചത് ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി വെക്കാം. അപ്പോൾ ഇറച്ചി കേക്കിന് വേണ്ടിയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാറി വരണം. അപ്പോൾ ആ നേരം കൊണ്ട് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കുകയാണ്. ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. 1/4 കപ്പ് ഓയിലോളം എടുത്തിട്ടുണ്ട്. അനീസ്കയാണ് അത് ചെയ്യുന്നത്. പിന്നെ കുറേ പേര് ചോദിച്ചു അനീസ്ക എവിടെ കാണുന്നില്ലല്ലോ, ഇവിടെ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. നമുക്ക് ഒരു
ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പേഴ്സണലായിട്ടുള്ള ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് എന്തായാലും വരണം, ഇടയ്ക്കിടയ്ക്ക് വരേണ്ട കാര്യമുണ്ട്. അനീസ്കൻ്റെ വീട് കോഴിക്കോടും എൻ്റെ വീട് മലപ്പുറം കോഴിക്കോട് ബോർഡറിൻ്റെ ആ ഒരു സൈഡിലുമായിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നതിനേക്കാളും നല്ലത് ഒരു ഭാഗത്ത് നിൽക്കുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ വീട്ടിൽ നിൽക്കുന്നത്. പിന്നെ അനീസ്കക്ക് ഷോറൂം ക്ലോസ്ഡ് ആണെങ്കിലും പോയി നോക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അനീസ്ക ഇടയ്ക്ക് അവിടെ പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഞാൻ ഈ മുട്ടയിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവാണ്. ഒരു 3-4 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തെടുക്കണം. നല്ലോണം പതഞ്ഞ് മുട്ടയൊക്കെ ഇങ്ങനെ പൊങ്ങി വരണം. അങ്ങനെ മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ടാണ് അതിലേക്ക് മൈദ മിക്സ് ചെയ്യുന്നത്. 1/4 കപ്പിൻ്റെ അടുത്ത് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഇറച്ചി കേക്ക് പല തരത്തിലുണ്ടാക്കലുണ്ട്. മുട്ട മാത്രം ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഈ മസാല ചേർത്ത് അങ്ങനെ ചെയ്യലുണ്ട്. ഇതുപോലെയും ചെയ്തെടുക്കാറുണ്ട്. എനിക്കിങ്ങനെ മൈദ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഈ മൈദ നമുക്ക് നേരത്തെ മിക്സിയിൽ മുട്ട അടിക്കുന്ന സമയത്ത് കുറച്ച് നേരം ഒന്ന് അടിച്ചതിന് ശേഷം സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ മൈദ ചേർത്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം. ഞാൻ ഓവർ ബീറ്റായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചേർക്കണേ. ഇനി കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മുട്ടൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉമ്മ പത്തിരിപ്പണിയിലാണ്. കൂടെ തന്നെ ചിക്കൻ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ വറക്കുന്നുണ്ട്. ഇനി ഇറച്ചി കേക്ക് ഉണ്ടാക്കാനുള്ള പാന് ഞാനൊന്ന് ചൂടാക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാല ചൂടാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നാരങ്ങനീര് പിഴിഞ്ഞു കൊടുക്കുകയാണ് ഒരു പുളിക്ക് വേണ്ടിയിട്ട്. ഇനി ചിക്കൻ്റെ മസാല മുട്ടൻ്റെ ബാറ്ററിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇറച്ചി കേക്കിൻ്റെ മിക്സ് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ വെക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാനുള്ള കാര്യങ്ങൾ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് തക്കാളിയും പിന്നെ മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം ഒരു 25 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഞാൻ കുറച്ച് സേമിയ ഇങ്ങനെ ചെറുതായിട്ടും പൊട്ടിച്ചെടുക്കുകയാണ്. ഉമ്മ ഇതും പഴമൊക്കെ ഇട്ടിട്ട് ഒരു മധുരമുള്ള സംഭവം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പാൽവാഴക്ക ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അതിൽ സാബൂനരിക്ക് പകരം ഉമ്മ സേമിയ ഇടുന്നതേ ഉള്ളൂ. സാബൂനരി വേവിച്ചിട്ട് അതിൽ പഴമൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ആ ഡിഷിന് ഇവിടെ പാൽവാഴക്ക എന്നാണ് പറയൽ. അപ്പോൾ ഉമ്മ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആദ്യം പഴം ഒന്ന് നെയ്യിൽ വഴറ്റിയെടുക്കുകയാണ്. പഴം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇത് നെയ്യിൽ നിന്ന് കോരി മാറ്റുക. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള സേമിയ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഇറച്ചി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കിയപ്പം നല്ല ക്ലീൻ ആയിട്ടാണ് വന്നത്. ഇനി ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഇത് വേറൊരു ഫ്രൈയിങ് പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സേമിയയിലേക്ക് ഉമ്മ ആവശ്യത്തിന് പഞ്ചസാരയും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇറച്ചി കേക്കിൻ്റെ മറ്റേ സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുക.
ഇപ്പോൾ സേമിയ നന്നായിട്ട് കുക്കായിന്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴം കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഉമ്മ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഈ സേമിയ പാലവായ്ക്കയും റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ഇറച്ചി കേക്ക് ഒന്ന് ചൂടാറിയപ്പോൾ ഞാനത് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. പിന്നെ ഇന്ന് ജ്യൂസിന് സെബി വത്തക്ക ലൈമനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഓൾറെഡി കാണിച്ചുകൊണ്ടാണ് ഞാൻ അതിൻ്റെ റെസിപ്പി കാണിക്കാഞ്ഞേ. അങ്ങനെ ടേബിളൊക്കെ സെറ്റായി ബാങ്ക് കൊടുത്തപ്പോൾ നമ്മൾ നോമ്പ് തുറന്നു. പിന്നെ ഇറച്ചി കേക്ക് ഇതുപോലെ ഉണ്ടാക്കുമ്പം ചെറുതായിട്ട് ഇറാനി പോളൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്, നല്ല രസമുണ്ടേനു. അപ്പോൾ എല്ലാവരും ഇന്നത്തെ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്